and C1 by C2. Find out whether the lines A1 by A2 not equal to B1 by B2 ആണ്. ഹായ്, ഇന്നത്തെ വീഡിയോ ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾ CBSE 10ാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് ലീനിയർ ഇക്വേഷൻസ് ടു വേരിയബിൾസ്. ആ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. തുടർന്ന് വീഡിയോ കാണുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, on comparing the ratios A1 by A2, B1 by B2 and C1 by C2. Find out whether the lines representing the following pairs of linear equations intersect at a point, parallel or coincident. അപ്പോൾ ഇക്വേഷൻ വെച്ചിട്ട് A1 by A2, B1 by B2, C1 by C2 കണ്ടുപിടിക്കുക. അതിൽ നിന്നും ആ പ്രത്യേകത അനുസരിച്ച് A1 by A2 ഈക്വൽ ടു B1 by B2 ആണോ നോട്ട് ഈക്വൽ ടു ആണോ അത് വെച്ചിട്ട് ഒരു പോയിന്റിൽ എക്സാക്ട്ലി ഒരു പോയിന്റിൽ തന്നെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന കറക്റ്റായിട്ട് നമുക്ക് സൊല്യൂഷൻ കിട്ടുമോ, അതോ പാരലാണോ? പാരലാകുമ്പോൾ നമുക്ക് സൊല്യൂഷൻ കിട്ടത്തില്ല. അതുപോലെ കോയിൻസിഡൻ്റ് ആണോ, ഒരേ ലൈനിൽ തന്നെയാണോ പോവുക, അവിടെ നമുക്ക് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആയിരിക്കും, ഒറ്റ സൊല്യൂഷനായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ ഏത് ടൈപ്പിലാണ് ഇതിനെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 5x minus 4y plus 8 equal to 0. അതുപോലെ 7x plus 6y minus 9 equal to 0. നമുക്ക് ആദ്യം ഇത് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടുത്തെ ഇക്വേഷൻസ് 5x minus 4y plus 8 equal to 0. അതുപോലെ 7x plus 6y minus 9 equal to 0. ഇത് നമുക്ക് ഓരോ വാല്യൂസും എഴുതി വെക്കാം പെട്ടെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി. ഇവിടെ ax plus by plus c equal to 0 എന്ന ഫോമിലായിരിക്കും നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ നമ്മളിവിടെ A1 ഈക്വൽ ടു നമുക്ക് 5 എന്നും, B1 ഈക്വൽ ടു -4 എന്നും, അതുപോലെ C1 ഈക്വൽ ടു 8 എന്നും കിട്ടും. അതുപോലെ രണ്ടാമത്തെ ഇക്വേഷനിൽ A2 ഈക്വൽ ടു 7x ആണ്, അപ്പോൾ 7 എന്നും, അതുപോലെ B2 ഈക്വൽ ടു 6 എന്നും, അതുപോലെ C2 ഈക്വൽ ടു -9 എന്നും കിട്ടി. ഇനി നമുക്ക് ഫസ്റ്റ് ആദ്യം A1 by A2 ചെയ്ത് നോക്കാം. A1 by A2 ഈക്വൽ ടു 5 by 7 ആണ്. ഇനി B1 by B2 ഈക്വൽ ടു -4 ഡിവൈഡ് ബൈ 6 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് A1 by A2 നോട്ട് ഈക്വൽ ടു B1 by B2 എന്നാണ് കിട്ടുക. A1 by A2 B1 by B2 ഈക്വൽ അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന സൊല്യൂഷൻ്റെ പ്രത്യേകത, ദ ലൈൻസ് റെപ്രസെൻറ്റിംഗ് ദ ഗിവൺ പെയർ ഓഫ് ഇക്വേഷൻ ഹാവ് എ യുണീക് സൊല്യൂഷൻ ആൻഡ് ദ പെയർ ഓഫ് ലൈൻ ഇൻ്റർസെക്ട് അറ്റ് എക്സാക്ട്ലി 1 പോയിന്റ്. അപ്പോൾ നമുക്കിവിടെ ലൈൻസ് ഇൻ്റർസെക്ട് ചെയ്യും, ഒരു പോയിന്റിൽ ഇൻ്റർസെക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് സൊല്യൂഷൻ കൃത്യമായിട്ട് കിട്ടും. ഒറ്റ സൊല്യൂഷൻ ഉണ്ടാവും. എക്സിനും വൈക്കും കൃത്യമായ ഓരോ വാല്യൂസ് ഉണ്ടാവും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, 9x plus 3y plus 12 equal to 0. 18x plus 6y plus 24 equal to 0. അത് നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. 9x plus 3y plus 12 equal to 0. 18x plus 6y plus 24 ഈക്വൽ ടു 0. നമുക്ക് ഓരോന്നും A1 B1 കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത അതുപോലെ തന്നെ. അപ്പോൾ ഇവിടെ A1 by A2 ഈക്വൽ ടു 9 by 18 ഈക്വൽ ടു 1 by 2. അതുപോലെ B1 by B2 ഈക്വൽ ടു 3 by 6 ഈക്വൽ ടു 1 by 2. അതുപോലെ C1 by C2 ഈക്വൽ ടു 12 by 24 ഈക്വൽ ടു അതും 1 by 2 ആണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് A1 by A2 ഈക്വൽ ടു B1 by B2 ഈക്വൽ ടു C1 by C2 ആണ്. അപ്പോൾ the lines representing the given pair of equations are coincident and there are infinite possible solutions for the given pair of equations. ഈ ലൈൻസ് കോയിൻസിഡൻ്റ് ചെയ്യുന്നതായിരിക്കും. A1 by A2 B1 by B2 C1 by C2 ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ കോയിൻസിഡൻ്റ് ചെയ്യുമ്പോൾ ഒരു ലൈൻ പോലെ ആയിരിക്കും. അപ്പോൾ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ, ഒരുപാട് സൊല്യൂഷൻസ് ഇതിന് കിട്ടും.
കൃത്യമായി കഴിഞ്ഞ പ്രോബ്ലത്തിൽ കിട്ടിയ പോലെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരൊറ്റ പോയിന്റിലെ സൊല്യൂഷൻ അല്ല, ഒരുപാട് സൊല്യൂഷൻസ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എഴുതി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ, 6x - 3y + 10 = 0, 2x - y + 9 = 0. അപ്പോൾ നമ്മൾ ഒരു ഇക്വേഷൻ എഴുതി, 2x - 3y + 10 = 0, 2x - y + 9 = 0. അപ്പോൾ ഇവിടെ ഓരോന്നും വാല്യൂസ് എടുത്തെഴുതാം. a1 = 6, b1 = -3, c1 = 10. അതുപോലെ a2 = 2, b2 = -1, അതുപോലെ c2 = 9. അപ്പോൾ ഇവിടെ a1/a2 = 6/2 = 3 ആണ്. നമ്മൾ കമ്പയർ ചെയ്യാൻ എളുപ്പത്തിന് ഡിനോമിനേറ്ററോട് എഴുതും, 3/1 എഴുതി വെക്കുന്നു. b1/b2 = -3/-1, -3/-1 = അതും 3/1. ഇവിടെ a1/a2 b1/b2 ഈക്വൽ ആണ്. ഇനി നമുക്ക് c നോക്കാം. c1/c2 = 10/9. a1/a2 = b1/b2 ആണ്, പക്ഷേ നോട്ട് ഈക്വൽ ടു c1/c2. അപ്പോൾ a1/a2 b1/b2 ഈക്വൽ ആണ്, പക്ഷേ അത് c1/c2 ഈക്വൽ അല്ല. അതുകൊണ്ട് തന്നെ the lines representing the given pair of equations are parallel to each other, and hence these lines will never intersect, so there is no possible solutions. അപ്പോൾ ലൈൻസ് പാരലൽ ആയതുകൊണ്ട് തന്നെ a1/a2 = b1/b2 നോട്ട് ഈക്വൽ ടു c1/c2 ആണെങ്കിൽ ലൈൻസ് പാരലൽ ആയിരിക്കും. പാരലൽ ലൈൻസ് ആയതുകൊണ്ട് ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ ഇക്വേഷനിലെ എക്സിനും വൈക്കും കോമൺ ആയിട്ട് നമുക്കൊരു സൊല്യൂഷൻ കിട്ടില്ല. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം, ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ a1/a2 നോട്ട് ഈക്വൽ ടു b1/b2 ആണ്. അങ്ങനെയാണെങ്കിൽ ആ ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യും, നമുക്ക് ഒരു സൊല്യൂഷൻ കൃത്യമായിട്ട് കിട്ടും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിൽ a1/a2 = b1/b2 = c1/c2 ആണ്. അപ്പോൾ അവിടെ അതൊരു സെയിം ഒരു ലൈൻ തന്നെ ആയിരിക്കും, കോയിൻസിഡൻ്റ് ലൈൻ ആയിരിക്കും, ഒരേ ലൈനായിട്ട് പോകുന്നു. അപ്പോൾ അതിൽ ഏത് പോയിന്റ് എടുത്താലും ഇതിൻ്റെ സൊല്യൂഷൻ തന്നെ ആയിരിക്കും, കാരണം ഒരു ലൈനാണ്. അപ്പോൾ അവിടെ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് എന്ന് നമുക്ക് പറയാം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ a1/a2 = b1/b2 ആണ്, പക്ഷേ അത് c1/c2 ഈക്വൽ അല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കോമൺ പോയിന്റ് കിട്ടില്ല, ലൈൻസ് പാരലൽ ആയിരിക്കും, അപ്പോൾ ഇതിന് സൊല്യൂഷൻ ഉണ്ടാവില്ല.